CPIM-ന്റെ സമുന്നത നേതാവും കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒന്നാം ചരമവാർഷികമാണ് ഇന്ന്. PB അംഗം, സംസ്ഥാന സെക്രട്ടറി, MLA, മന്ത്രി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഏത് ദുർഘട വിഷയവും നർമ്മത്തിന്റെ അകമ്പടിയോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യുവാൻ തന്റേതായ ശൈലി തന്നെ കണ്ടെത്തി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളർച്ചയ്ക്കും നേതൃപരമായ പങ്കുവഹിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വരെ എത്തിയ കോടിയേരിയുടെ ത്യാഗനിർഭരമായ പോരാട്ട ജീവിതം ഏവർക്കും മാതൃകയാണ്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുമായും ബഹുജനങ്ങളുമായും ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു കോടിയേരി നടത്തിയിരുന്നത്. ജനകീയ രാഷ്ട്രീയത്തിന്റെ മുഖം കൂടിയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേക പാഠവുമുണ്ടായിരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തി. നിയമസഭയിൽ ജനകീയ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ പഠിച്ച ശക്തമായി അവതരിപ്പിച്ചു. മന്ത്രി എന്ന നിലയിൽ പോലീസിലും ടൂറിസം മേഖലയിലും നടത്തിയ ഇടപെടൽ കേരള വികസന മുന്നേറ്റത്തിലെ സുപ്രധാന അധ്യായങ്ങളാണ്. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് വീട്ടിൽ തന്നെ ഭാര്യ വിനോദിനി നിത്യ സ്മാരകം ഒരുക്കിയിരിക്കുകയാണ്. കോടിയേരിയുടെ രാഷ്ട്രീയ സമരചരിത്രം വിവരിക്കുന്ന ഗാലറിയാണ് വിനോദിനി ഒരുക്കിയിരിക്കുന്നത്. കോടിയേരി പിന്നിട്ട ജീവിത വഴികളിലെ കാഴ്ചകളെല്ലാം ഗാലറിയിലുണ്ട്. കോടിയേരി മുളിയിൽ നടയിലെ വീടിന്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് വിനോദിനീസ് കോടിയേരി ഫാമിലി കളക്റ്റീവ് എന്ന പേരിൽ ഗാലറി ഉള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ ഫോട്ടോ മുതൽ ചികിത്സയിലിരിക്കുന്ന സമയത്തെ ഫോട്ടോകളടക്കം 200ഓളം ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ജീവിത ചിത്രം അവതരിപ്പിച്ചിരിക്കുന്ന 14 മിനിറ്റ് വീഡിയോ പ്രദർശനവുമുണ്ട്. ഉപയോഗിച്ച പേനകൾ, ലഭിച്ച ഉപഹാരങ്ങൾ, എഴുത്തു സഹിതമുള്ള പോക്കറ്റ് ഡയറികൾ, ലേഖനങ്ങളുടെ കയ്യെഴുത്തു പ്രതികൾ, വിപുലമായ പുസ്തക ശേഖരം, കട്ടിലും മെത്തയും വ്യായാമ ഉപകരണങ്ങളും, കണ്ണടകൾ, തീൻമേശ, ചെരുപ്പുകൾ, അങ്ങനെ കോടിയേരിയുടെ കയ്യൊപ്പ് പതിഞ്ഞ എല്ലാം ഇവിടെയുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് കോടിയേരി അർബുദബാധിതനാകുന്നത്. അസുഖം ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസരത്തിലും കർമ്മമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിരുന്നില്ല. അനാരോഗ്യം അവഗണിച്ചും സജീവമായി പ്രവർത്തിച്ചു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് കോടിയേരി അർബുദബാധിതനാകുന്നത്. അസുഖം ബുദ്ധിമുട്ടിക്കുന്ന അവസരത്തിലും കർമ്മമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിരുന്നില്ല. അനാരോഗ്യം അവഗണിച്ചും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വേർപാട് കേരളത്തിന് തീരാ നഷ്ടം തന്നെയാണ്.